ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കുമെതിരെ ജിഹാദി ആക്രമണങ്ങൾ നടക്കുകയാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അരാക്കൻ ആർമി. റോഹിംഗ്യകൾക്കെതിരായി രംഗത്തിറങ്ങിയിരിക്കുന്ന മ്യാൻമാറിലെ രാഖനിലെ വംശക്കാരാണ് അരാക്കൻ ആർമി എന്നറിയപ്പെടുന്ന സായുധ സേന. കഴിഞ്ഞ ദിവസമാണ് ഇവർ മ്യാൻമാറിലെ രാഖിന പ്രദേശം കീഴടക്കിയത്. ബംഗ്ലാദേശ് അതിർത്തിയിലാണ് രാഖിന പ്രദേശം. ബംഗ്ലാദേശിനോട് അതിർത്തി പങ്കിടുന്ന രാജ്യമായ മ്യാൻമാറിലെ അരാക്കൻ ആർമിയെ റോഹിംഗ്യകളെ അനുകൂലിക്കുന്ന നേതാവായ മുഹമ്മദ് യൂനിസിനും കടുത്ത ഭയമാണ്. ബംഗ്ലാദേശ് അതിർത്തിയും കടന്നിരിക്കുകയാണ് ഇപ്പോൾ അരാക്കൻ ആർമി. ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിൽ കടുത്ത സംഘർഷാവസ്ഥ തുടരുകയാണ്. ഏതു സമയത്തും അരാക്കൻ ആർമി ബംഗ്ലാദേശിലെ പ്രമുഖ സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ചേക്കാം എന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ബംഗ്ലാദേശിന്റെ ടെക്നാഫ് എന്ന പ്രദേശം അരാക്കൻ സേന പിടിച്ചു കഴിഞ്ഞു. മുഹമ്മദ് യൂനുസ് റോഹിംഗ്യ മുസ്ലിങ്ങളെ അനുകൂലിക്കുന്ന നേതാവായതിനാൽ റോഹിംഗ്യകളെ കഠിനമായി വറുക്കുന്ന അരാക്കൻ ആർമി ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. മ്യാൻമാറിലെ റാഖൻ പ്രവിശ്യയിൽ അതിനിർണായക സ്വാധീനവും പലയിടത്തും ഭരണവുമുള്ളവരാണ് അരാക്കൻ സൈന്യം. ഇവർ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് അതിർത്തിയിൽ കടന്നു കയറി ഒരു പ്രദേശം തന്നെ പിടിച്ചെടുത്തിരുന്നു. ബംഗ്ലാദേശിലെ ടെക്നാഫ് മേഖലയിലെ ചില ഭാഗങ്ങളാണ് ഇങ്ങനെ പിടിച്ചെടുത്തത്. റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകൾക്കും ബംഗ്ലാദേശിലെ പ്രതിസന്ധിയുടെ മൂലകാരണങ്ങളിലൊന്നായ കുപ്രശസ്തമായ സെന്റ് മാർട്ടിൻസ് ദ്വീപിന് സമീപമുള്ള പ്രദേശം തന്ത്രപരമായി അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ജിഹാദി ഗ്രൂപ്പുകൾ ക്രൂരതകൾ നടത്തുന്നതായി അവർ ആരോപിച്ചത്. മ്യാൻമാറിലെ സൈനിക ജുണ്ടയും ഈ ജിഹാദി ഗ്രൂപ്പുകളിൽ ചിലരും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നും അരാക്കൻ ആർമി അവകാശപ്പെടുന്നു. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏകദേശം 11 തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ റോഹിംഗ്യ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ, അരാക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി, അരാക്കൻ റോഹിംഗ്യ ആർമി എന്നിവയും ഉണ്ട്. അവരുടെ അതിക്രമങ്ങൾ കാരണം നൂറുകണക്കിന് ആളുകളാണ് മരിച്ചത്. കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ എന്നിവ ബുദ്ധമതക്കാർക്കും ഹിന്ദുക്കൾക്കുമെതിരെ നടക്കുന്നു, അരാക്കൻ സൈന്യം ആരോപിക്കുന്നു. അൽ-ഖ്വയ്ദയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും റോഹിംഗ്യ സോളിഡാരിറ്റി ഓർഗനൈസേഷന് പങ്കാളിത്തമുണ്ടെന്നാണ് അരാക്കൻ സൈന്യം ആരോപിക്കുന്നത്. ഗ്ലോബൽ അരാക്കൻ നെറ്റ്വർക്കിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇസ്ലാമിസ്റ്റുകൾ മൗങ്കുഡോയിലെ മുസ്ലിം ജനസംഖ്യയെ മനുഷ്യകവചമായി ഉപയോഗിക്കുകയും ബുദ്ധരും ഹിന്ദുക്കളും ഉൾപ്പെടുന്ന അമുസ്ലിം ജനസംഖ്യയുമായി പോരാടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. റാഡിക്കൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ ക്യാമ്പുകളിൽ നിന്ന് 6 വയസ്സുവരെ പ്രായമുള്ള അനാഥരായ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് കൗമാരക്കാരാകുമ്പോൾ പോരാടാൻ അവരെ പരിശീലിപ്പിക്കുന്നു. തങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഈ ഗ്രൂപ്പുകളെ ബംഗ്ലാദേശ് സഹായിക്കുന്നുവെന്നാണ് അരാക്കൻ സൈന്യം ഇപ്പോൾ ആരോപിക്കുന്നത്. ഇതിനെതിരെയാണ് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.